എന്തുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചില്ല? അദ്ദേഹം ഈ വോട്ടുകളുമായിട്ട് PC മോഹൻ അവകാശപ്പെട്ടതുപോലെ കോടതിയുടെ ഭാഗത്തേക്ക് പോയില്ല. അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നേരെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നു. കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കണക്കുകളായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ജനങ്ങളോടാണ് എനിക്ക് പറയേണ്ടത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണതെന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സംവിധാനങ്ങൾ കറപ്റ്റായിരിക്കുന്നു എന്ന ബോധ്യവും കൂടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുണ്ട്. അതായത് കോടതി വഴി പോയാൽ എന്ത് പരാമർശമായിരിക്കും തനിക്ക് ലഭിക്കുക ഒരുപക്ഷെ എന്ന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം. കോടതിയിലേക്കല്ല പോകേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോയാൽ എന്താണ് ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിന് അറിയാം നേരത്തെ. എന്നോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിരിക്കുന്നു, ഞങ്ങൾ 6 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് ഈ തെളിവെല്ലാം ശേഖരിച്ചിരിക്കുന്നു, നിങ്ങളിത് പരിഹരിച്ചു തരൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയാൽ ആ സംവിധാനവും കറപ്റ്റാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് അദ്ദേഹത്തിന് അറിയാം. ജനങ്ങളോട് വന്ന് പറയണം എന്ന് തീരുമാനിക്കുകയും അത് വളരെ കൃത്യമായിട്ട് വെൽ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. നല്ല അമിത ആത്മവിശ്വാസമുള്ള BJP എന്ത് ചെയ്തു? PC മോഹൻ പറഞ്ഞു, നിങ്ങൾ കോടതിയിൽ പോകൂ. കോടതിയിൽ പോലെ എന്താ ഉണ്ടാവുമെന്ന് PC മോഹൻ ഒരു പക്ഷേ ധാരണ ഉണ്ടാകണം. നിങ്ങൾ എന്ത് ബോംബ് ഇട്ടിട്ട് നിങ്ങളുടെ സ്വന്തം കൈ പോകാതിരിക്കൂ എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞപ്പോൾ ഇതാ ബോംബ് എന്ന് പറഞ്ഞ് 15 മിനിറ്റ് മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങളുമായിട്ട് വന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു കാര്യം, കോൺഗ്രസ് റീഎമർജ് ചെയ്ത് വരുന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഹീറോയിക്കായിട്ടുള്ള പ്രസൻസ് തെളിയിക്കുന്നു. എന്നാൽ അതുകൊണ്ട് ഇവർ കാര്യങ്ങൾ വഴങ്ങുമോ? കാരണം നമ്മൾ മനസ്സിലാക്കും വിധം ഈ 10 വർഷക്കാലത്തിനകത്ത് ഈ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ വല്ലാത്ത തോതിൽ വഴങ്ങിയിട്ടുണ്ട്. ഈ സംവിധാനങ്ങൾക്കകത്ത് BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ കയറി വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസവും കോടതിയുടെ ഭാഗത്ത് നിന്ന് അസാധാരണമാം വിധം രാഹുൽ ഗാന്ധിക്ക് നേരെ വിമർശനമുണ്ടായി. അപ്പുറത്ത് CPIM എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ അടിസ്ഥാനമായി വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയോട് നിങ്ങൾ രാജ്യത്തിന് പുറത്തുള്ള കാര്യങ്ങൾ ഇടപെടരുത് എന്ന് പറയുന്ന ഒരു കോടതി വിധിയുണ്ടായി. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ കറപ്റ്റായിരിക്കുന്ന കാലത്ത് ജനം, നാട്ടുകാർ, ഇന്ത്യൻസ്, ഭാരതീയർ എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്ന മഹാശക്തിക്ക് മുന്നിലേക്ക് അതികൃത്യമായിട്ട് കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് നമ്മൾ കാണണം. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന് കാരണമുണ്ടാകും ഹർഷൻ. അതായത് നമ്മളിത് കാണുമ്പോൾ എന്താണ്, നമ്മൾ കാണുന്ന PC മോഹൻ തോറ്റ് മൻസൂർ അലിഖാൻ ജയിച്ചിട്ട് കോൺഗ്രസിൻ്റെ MP അവിടെ പോകേണ്ടതായിരുന്നു. കർണാടക പോലൊരു സൗത്ത് സംസ്ഥാനത്ത് അവിടെ BJPക്ക് ശക്തിയുണ്ട്, ശരി തന്നെ. പക്ഷേ ഇവിടെയാണിത് ചെയ്തതെങ്കിൽ നോർത്തിൽ അവരുടെ കേന്ദ്രങ്ങളിൽ അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടാകുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ BJP വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ ചിന്തയുള്ള ആളുകൾ, പ്രതിപക്ഷത്തിന് ശക്തി വേണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണ്, ഇവരിവിടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മണ്ഡലങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ടാകും. ഈ തവണത്തെ മോദിയുടെ വരവ്, പ്രധാനമന്ത്രിയുടെ വരവ്, അദ്ദേഹം ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ? യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒരു സർക്കാരല്ലേ ഇപ്പോൾ ഈ രാജ്യത്ത് ഭരിക്കേണ്ടിയിരുന്നത് എന്ന തോന്നൽ കൂടെ ഉണ്ടാക്കാൻ ഉതകുന്ന തെളിവുകൾ അതികൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തത്.